ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാത്തിനും എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ കൂടി അവരുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാനൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഇടപെടാൻ പോകാത്ത ഒരാളാണ് ഞാൻ. കുറച്ച് നാൾക്ക് മുന്നേ അപ്സരയുടെ ആൽബിയുടെയും ഇഷ്യൂ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് അപ്സരയെ സപ്പോർട്ട് ചെയ്തുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ ഒരുപാട് ആൾക്കാർ അത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ കമന്റ്സുകൾ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അങ്ങനെയുള്ള കമന്റ്സ്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇൻസ്റ്റാഗ്രാമിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു. പിന്നെ ഇവർ തമ്മിലുള്ള ഫോട്ടോസ് ആൻഡ് വീഡിയോസും എല്ലാം ഡിലീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ അതിനെപ്പറ്റിയിട്ട് വീഡിയോ ചെയ്തതുമാണ്. എനിവേ ഇപ്പം നിലവിൽ അവരൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആങ്കർ വ്യക്തമായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ ആൽബി ആയിട്ടുള്ള ഇഷ്യൂസ് എന്താണ് എന്നുള്ള രീതി ചോദിക്കുമ്പോൾ അപ്സര അതിന് വളരെ മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് മറുപടികൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ വളരെ റെസ്പെക്റ്റ് ആണ് തോന്നിയത്. കാര്യം നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയും അതുപോലുള്ള ഒരു രീതിയാണ്. വളരെ പക്വതയായിട്ടുള്ള ഒരു മറുപടി തന്നെയായിരുന്നു അത്. എന്തായാലും നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ വന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാത്തിനും എനിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെങ്കിൽ കൂടി അവരുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാനൊരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഇടപെടാൻ പോകാത്ത ഒരാളാണ് ഞാൻ. അത് സത്യമാണ്. കാര്യം സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മൾ ആ ഒരു ലിമിറ്റ് വെക്കണം എല്ലാം. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊക്കെ നമ്മൾ ഓവറായിട്ട് സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് ചോദ്യങ്ങൾ വരും. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കാം, ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, ഈ പ്രവീൺ പ്രണവ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെയൊക്കെ ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലെ അവരിങ്ങനെ സോഷ്യൽ മീഡിയ ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പം ഒരുപാട് കമന്റ്സുകളായിരുന്നു അത് റിലേറ്റ് ചെയ്ത് വന്നതും. അതിനുശേഷമാണ് അവരുടെ പല ഫാമിലി ഇഷ്യൂസും പുറത്തു വന്നതൊക്കെ. പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. തിരിച്ച് ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അതെന്ത് ഞാൻ ഒരു മീഡിയ പേഴ്സൺ ആണ്, മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ചിട്ട് എൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം ഉണ്ടായാലും ഇല്ലെങ്കിലും എനിക്കത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത അതിൽ മീഡിയസിനൊന്നും ഇടപെടാൻ അവകാശമില്ല. അത് കറക്റ്റാണ്. മീഡിയക്കാർക്കൊന്നും ഇടപെടാനായിട്ട് യാതൊരുവിധ അവകാശങ്ങളും ഇല്ല. പക്ഷേ ഈ പറയുന്ന അപ്സര എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആക്ട്രസ് ആണ്. അപ്പം പോരാത്തിന് ബിഗ് ബോസ് ഫെയിമാണ്. അപ്പം ഇത്രയും സെലിബ്രിറ്റി സ്റ്റേറ്റസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പ്രൊഫൈലിലുള്ള ഫോട്ടോസ് ആയാലും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഫോളോവേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർ നോക്കും. അതിനെ പറ്റിയിട്ട് കമൻ്റ് ഇടുകയും ചെയ്യും. അതിനൊന്നും നമുക്ക് പിടിച്ച് കെട്ടാനായിട്ട് പറ്റത്തില്ല. അത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക എന്ന് തന്നെയാണ് കാര്യം. നിങ്ങളുടെ ഇടയിലുള്ള പേഴ്സണൽ ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിൽ തന്നെ അത് വെക്കുക. അതേന്നും പറഞ്ഞ് നോക്കാനും എടുക്കാനും നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയം കാണത്തുള്ളൂ. കുറേ ആൾക്കാർ ഞാൻ കാണുന്നുണ്ട്, വീഡിയോസ് ഇടുന്നു, അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആൾക്കാർ ആകെ ചെയ്യുന്നു. എനിക്കറിയില്ല. സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വന്നിട്ട് തന്നെ ഞാൻ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ്. കാര്യം ഇടയ്ക്ക് വെച്ചിട്ട് ഈ അപ്സരയുടെ ചേട്ടനെ കണ്ട് കല്യാണമായിരുന്നു. ആ കല്യാണ സമയത്ത് മീഡിയക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൽബി ചേട്ടൻ വന്നില്ലേ എന്ന്. അപ്പോൾ അതിനകത്ത് അപ്സര പറയുന്നുണ്ടായിരുന്നു ഇല്ല വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ വന്നില്ല അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വിട്ടു. അപ്പോൾ അതിൻ്റെ താഴെ ഫുള്ള് നെഗറ്റീവ് കമൻസ് ആയിരുന്നു. ആ കമൻസ് ആണ് നമ്മളെല്ലാവരും എടുത്ത് വെച്ച് സംസാരിച്ചത്. പിന്നെ അതിനുശേഷം ഇവരുടെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യുന്നില്ല. ഇവർ തമ്മിൽ ലാസ്റ്റ് ഇട്ടേക്കുന്ന ഫോട്ടോ തന്നെ ഒരുപാട് നാളുകൾക്ക് മുന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷയങ്ങളാണ് നമ്മൾ എടുത്തു വെച്ചിട്ട് സംസാരിച്ചത്. ബിഗ് ബോസിനകത്ത് ഓരോ കണ്ടസ്റ്റൻസിനോടെയുള്ള അമിതമായ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കാണാവുന്നതാണ്. കുറേ അന്ധമായിട്ടുള്ള ഫാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഈ ഒരു വീഡിയോയുടെ താഴെ വന്ന് കംപ്ലീറ്റ്ലി നെഗറ്റീവായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് അപ്സരയ്ക്ക്. അതായത് കർമ്മയാണ്, അതാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു വളരെ മോശമായിട്ടുള്ള രീതിയിൽ. അതിനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളെല്ലാവരും സംസാരിച്ചത്. എൻ്റെ ഒരു അറിവിൽ അപ്സരയുടെ വീഡിയോ റിയാക്ട് ചെയ്ത എല്ലാവരും അപ്സരയെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. ഒരാൾ പോലും മോശമായിട്ട് എവിടെയും സംസാരിച്ചിട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല. അതൊക്കെ എങ്ങനെയാണ് ഇവർ നോക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഞാൻ ഇടുന്ന പോസ്റ്റിന് താഴെ വേറെ ആൾക്കാർ കമന്റ് ഇടും. ആ കമന്റ് കണ്ടിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല എന്ന് വെച്ചിട്ട് വേറെ ആൾക്കാർ വീഡിയോ ഇടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ കമന്റ്സ് ഒന്നും അങ്ങനെ നോക്കാത്ത ഒരാളാണ്. എൻ്റെ ജിൻഡോ ചേട്ടനും ചേച്ചിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒരുപാട് വ്യാജവാർത്തകൾ വരുന്നുണ്ട്. ജിൻഡോയും അപ്സരയും തമ്മിൽ നിൽക്കുന്ന തമ്മിൽ വെക്കുന്ന അല്ലാതെ ജിൻഡോയും ഈ പറയുന്ന അപ്സരയും തമ്മിൽ ബന്ധമുണ്ടോന്നുള്ള രീതിയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം മെയിനായിട്ട് ആൾക്കാരുടെ തമ്മിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോയും അപ്സരയും തന്നെയായിരുന്നു. അപ്പോൾ ഇത് വളരെ മിസ്ലീഡിംഗ് ഉള്ള ഒരു രീതിയിലോട്ടാണ് ഈ സാധനം പോയേക്കുന്നത്. അതാണ് അപ്സരയുടെ അടുത്ത് ഈ ഒരു ആങ്കർ പറയണത്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. കാരണം ഇതില് ഒരു പുള്ളി ഇപ്പൊ കാണിക്കുന്നുണ്ട്, ഈ ഒരു പുള്ളിക്കാരൻ കേട്ട വാർത്തകളെല്ലാം സത്യമാണ്, ജിൻഡോയും അപ്സരയും ഒന്നിക്കുന്നു. ഇതേവനാ ചേച്ചി കണ്ടിട്ടില്ലേ? ഞാൻ ഇങ്ങനത്തെ ചൊറി വാർത്തകളൊന്നും നോക്കാറില്ല. ഇവിടെ നിങ്ങൾ ആങ്കർ പറഞ്ഞത് കേട്ടോ, ഒരു തമ്മിലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ തമ്മിൽ ഞാൻ ഇവിടെ വയ്ക്കാം. കേട്ട വാർത്തകളെല്ലാം സത്യമാണ്, അവർ ഒന്നിച്ചു. ഇവിടെ ജിൻഡോയുടെ പേര് ഈ തമ്മിലിനകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഈ വീഡിയോ ഇട്ടത് ഡാനി സത്യൻ എന്ന് പറയുന്ന നമ്മുടെ ഡാനിയാണ്. അപ്പൊ ഡാനിയുടെ വീഡിയോയ്ക്കകത്ത് എവിടെയും ഡാനി ഒരക്ഷരം പോലും ജിൻഡോ റിലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നില്ല. ഈ പറയുന്ന തമ്മിലിനകത്ത് ഫോട്ടോ വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവിടെ ജിൻഡോ ആയിട്ട് ബന്ധമുണ്ടെന്നോ ജിൻഡോ ആയിട്ടുള്ള രീതിയിൽ ഒന്നിച്ചെന്നോ അങ്ങനെയൊന്നും അവർ എവിടെയും പറഞ്ഞിട്ടില്ല.
അപ്പോൾ സത്യം പറഞ്ഞാൽ ഇല്ലാത്ത സാധനമാണ് ചുമ്മാ അത് കണ്ടന്റിന് വേണ്ടി ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ പറയുന്ന ആങ്കർ ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അല്ലായിരുന്നു എങ്കിൽ അവരങ്ങനെ കാണിച്ചു കൊടുത്താൽ തമ്മനയിൽ ഒന്ന് കാണിച്ചായിരുന്നെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നേനെ. കാര്യം ആ ഒരു വീഡിയോ ത്രൂ ഔട്ട് ഞാൻ കണ്ടതാണ് ഡാനിയുടെ. അതിനകത്ത് എവിടെയും ജിൻഡോയുടെ ഒരക്ഷരം പോലും അവൻ പറയുന്നില്ല ജിൻഡോ പറ്റിയിട്ട്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങൾ പറയണത്? എന്നിട്ട് അത് ഏറ്റുപിടിച്ചിട്ട് അപ്സര കുറച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ കാണാം. അതാണ് ഫുൾ. ഇതാണ് ഇപ്പൊ ഇതാണിപ്പം ജിൻഡോയും ചേച്ചിയും തമ്മിലുള്ള ന്യൂസ്. ഞാൻ ചോദിക്കട്ടെ, പുള്ളിയെ കാണുന്നില്ല, എന്താ സ്റ്റേറ്റ്മെന്റ് പുള്ളി പറഞ്ഞത്? നിങ്ങൾ തമ്മിൽ ചെറിയൊരു ഈ ഒരു ഡിവോഴ്സ് ആണല്ലോ പറയുന്നത്, വേറെ പിരിയാൻ പോവാന്ന്. അത് ജിൻഡോയ്ക്ക് വേണ്ടിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല. പച്ചക്കള്ളാണ് പറയണത്. ജിൻഡോയ്ക്ക് വേണ്ടിയിട്ടാണ് വേർപിരിഞ്ഞെന്നുള്ള രീതിയിൽ. ആ വീഡിയോ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്ത് നോക്കിക്കോ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഡാനിയുടെ വീഡിയോയ്ക്കകത്ത്. കാര്യം ഇത് ഭയങ്കര മോശമാണ്. നമ്മൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കരുത്. ശരിക്കും അപ്സര ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടാണ് ഈ ഒരു ആങ്കർ പറഞ്ഞത്. ഈ ആങ്കർ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നത്, ചുമ്മാ അങ്ങ് പറയുവാണ്. ലിറ്ററലി നിങ്ങൾ ആ വീഡിയോ നോക്കിക്കോ, അതിനകത്ത് എവിടെയും ജിൻഡോയുടെ ഒരു വാക്ക് പോലും അവൻ പറയുന്നില്ല. എന്നിട്ട് പറയുവാണ് ആൽബി അപ്സരയും ഡിവോഴ്സ് ആവാനായിട്ടുള്ള കാരണം ജിൻഡോ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത്. അവൻ അതിനകത്തുള്ള കമന്റ്സുകൾ മാത്രമാണ്, കുറെ കർമ്മയാണ് എന്നൊക്കെ പറയുന്ന കുറച്ച് കമന്റ്സിനെ പറ്റിയിട്ടാണ് അവൻ പറയണത്. അല്ല ജിൻഡോയുടെ വാക്കേ എവിടെയും പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കര മോശമാണ്. കാര്യം നിങ്ങളിവിടെ വേറൊരാളെയും കൂടെ മോശപ്പെടുത്തുന്ന രീതിയിലാണ്. അവന്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ അവനെ സത്യൻ എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് അപ്സര പറയുന്നുണ്ട്. ഇപ്പൊ ഡാനി സത്യൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അവനാണ്. അല്ല സത്യൻ എന്ന് പറഞ്ഞാൽ വേറെ യൂട്യൂബർ ഇതിനെ പറ്റിയിട്ടൊന്നും ആരും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും അവരെയും കൂടെ മോശക്കാരനാക്കുന്ന ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. ശരിക്കും നിങ്ങളെ പറ്റിയിട്ടോ ജിൻഡോയെ പറ്റിയിട്ടോ അവൻ എന്തെങ്കിലും അങ്ങനെ അനാവശ്യം പറഞ്ഞൊരു ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിന് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും. അത് തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ തന്നെ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനകത്തോട്ട് എന്തോ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ജിൻഡോ ചേട്ടന് ഞാനും പുള്ളി പറയുന്നുണ്ട് എന്തോ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇച്ചിരി അഹങ്കാരം, ഇച്ചിരി എനിക്ക് അത്യാവശ്യം അഹങ്കാരമൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ പാവം പോലെ അഭിനയിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പുറത്തിറങ്ങിയതിനു ശേഷം ഞാനും ജിൻഡോ ചേട്ടൻ തമ്മിൽ ഒരു കോൺടാക്റ്റും ഇല്ല. സഹായിച്ച് അവിടെ നല്ല സുഹൃത്തുക്കളായിരുന്ന പല ആൾക്കാരും പുറത്ത് വന്നിട്ട് ഒരു കോൺടാക്റ്റ് ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. അതിൽ ഒരാൾ ജിൻഡോ ചേട്ടനാണ്. പിന്നെ ഈ പറഞ്ഞപ്പോഴാണ് കണ്ടത്. എനിക്കറിയില്ല ഇവൻ എന്താ പറയുക, ഇവനെ വിളിക്കുന്നുണ്ട്. കാരണം എനിക്ക് അറിയണമല്ലോ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും വിളിക്കണം, തീർച്ചയായിട്ടും വിളിച്ചിട്ട് ഇത് ചോദിക്കണം, ഇങ്ങനൊരു സംഭവം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അതാണ് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് അവൻ്റെ നമ്പർ കിട്ടാനായിട്ട് വലിയ പാടില്ല. അപ്പോൾ അവനെ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി, ഇങ്ങനെ എന്തിനാണ് എന്നെ പറ്റിയിട്ട് അനാവശ്യം പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. അതിൻ്റെ ഇടയിൽ കൂടി ഈ സാധനം ഇങ്ങനെയൊക്കെ ട്വിസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, കണ്ടന്റ് ലിറ്ററലി കണ്ടന്റിന് വേണ്ടിയിട്ട് ആയിട്ട് അവരുടെ തമ്മനയില്ലാത്ത അവരെന്തോ കാണിച്ചേക്കുന്നത്, ഇതൊക്കെ തന്നെയല്ലേ കാണിച്ചേക്കുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ പേരിൽ നമ്മളൊക്കെ സ്ട്രൈക്ക് അടിക്കുമായിരിക്കും. അങ്ങനെ ഒരു സംഭവം കാണാം, ധൈര്യമായിട്ട് അടിച്ചോ, നോ ഇഷ്യൂസ്. അതേപോലെ ഒരു കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഞാൻ അങ്ങ് തന്നേക്കാം. അവിടെ ആ സാധനം അവിടെ ഇതൊക്കെ ഫെയർ യൂസ് പോളിസിയുടെ അണ്ടറിൽ വരുന്നതാണ്. അഥവാ നിങ്ങൾക്ക് അങ്ങനെ സ്ട്രൈക്ക് അടിക്കണമെങ്കിൽ നിങ്ങൾ കോർട്ട് ഓർഡർ മേടിച്ചുകൊണ്ട് വരണം. ഏത് വീഡിയോ ആണോ ടേക്ക് ഡൗൺ ചെയ്യേണ്ടത് ആ വീഡിയോയുടെ ലിങ്ക് ഉൾപ്പെടെ വെച്ചിട്ട് ഒരു കോർട്ട് ഓർഡർ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം ടേക്ക് ഡൗൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും പോയിട്ട് അത്ര പെട്ടെന്നൊന്നും അത് കിട്ടത്തില്ല. ഓക്കെ, നമ്മളെ ഒരാളെ എനിക്ക് ഇവന്റെ അടുത്ത് മാത്രമല്ല, ഇപ്പൊ എന്താ സത്യം ഇത് മാത്രമല്ല വേറെ കുറെ ഇവന് മാമപ്പണി ആയിരിക്കും, എനിക്കറിയില്ല. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പ്രത്യേക ചെറ്റത്തരം പറഞ്ഞു നടക്കില്ലല്ലോ. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അവന് മാമാപ്പണിയായിരിക്കും. അതായത് അപ്സര കണ്ടിട്ടില്ല, കാണാതെയാണ് അപ്സര അങ്ങ് പറയണത്. ആ തമ്മനയിലകത്ത് ജിൻഡോയുടെ ഫോട്ടോ ഉണ്ട്, അത് ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. അത് തമ്മനയിലകത്ത് ആ ഒരു ഫോട്ടോ വയ്ക്കണ്ടായിരുന്നു, ശരിയായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു. ഓക്കെ, പക്ഷെ എന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോക്കകത്തോ അല്ലെ ആ തമ്മനയിലകത്ത് എഴുതിയേക്കുന്നതിനകത്തോ എവിടെയും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം. എവിടെയും അവൻ വന്നിട്ട് ക്ലെയിം ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധമുണ്ട്, എങ്ങും പറയണില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെയുള്ള തോന്നിയാസങ്ങളൊക്കെ സംസാരിക്കുന്നത്? എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ വിറ്റ് ജീവിക്കരുത്. ഒരാളുടെ ഇമോഷൻ, ഒരാളുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ ഒരാളുടെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് അങ്ങനെ വിറ്റ് നമ്മൾ ജീവിച്ചാൽ, ഇപ്പൊ ഇയാൾ തന്നെ പറഞ്ഞ കർമ്മ എന്ന് പറയുന്നുണ്ട്, കർമ്മയിൽ ഞാനും വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഈ കർമ്മ എന്നുള്ള ഒരു കാര്യം അവൻ എന്താണ് അവന്റെ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബി വന്ന് ആ കൊച്ചിൻ്റെ ഭാവി പോയി, അവനെ കണ്ടാലേ അറിയാം അവനൊരു ഊളനാണ്. പിന്നെ അഖിൽമാരാറ് സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കയറ്റി വിടാൻ തുടങ്ങി. അങ്ങനെ നെഗറ്റീവ് കമൻസോടെ നെഗറ്റീവ് കമൻസ്. അപ്സരയ്ക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു സമാധാനം പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചത് എനിക്ക് തന്നെ, ഞാൻ അതിനകത്ത് കുറേ കമൻസ് വായിച്ചിട്ടുണ്ട്. നമുക്കതിവിടെ വായിക്കാൻ പോലും പറ്റാത്ത ഇതായതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. സത്യത്തിൽ നെഗറ്റീവ് വരാൻ കൂടുതലും ചാൻസ് ബിയിലെ തന്നെ കുറേ കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഈ ആദ്യ വിവാഹത്തിലെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അപ്സരയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ ഷോ തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവള് പറയുന്ന കള്ളവാണ്, അദ്ദേഹം കുറേ കാര്യങ്ങൾ പുറത്തു വിടുകയും. ഈ അപ്സരയ്ക്ക് എന്താ പറയണ്ടേ, അത്ര നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലും ഈ പുറത്ത് കുറേ വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഷോയ്ക്കകത്ത് അത്ര നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലും ഈ പുറത്ത് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും അവരെ ശരിക്കും വല്ലാണ്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ആ ഒരു രീതി മാത്രമേ എടുക്കത്തുള്ളൂ. കർമ്മയാന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാർ. എന്തായാലും അപ്സര പറയുന്ന ബാക്കിയും കൂടെ ഞാനൊന്ന് വെച്ച് തരാം. കേട്ടല്ലോ, കർമ്മയാന്ന് കുറേ ആൾക്കാർ പറയുന്നത്. അവൻ എവിടെയും പറഞ്ഞിട്ടില്ല
അപ്സരയ്ക്ക് കർമ്മ അടിച്ചതാണ്. ഇത് നമ്മൾ ഈ കേൾക്കാതെയും കാണാതെയും വന്നിരുന്ന് പല കാര്യങ്ങളും പറയാതിരിക്കാൻ വേണ്ടി നോക്കുക. കാര്യം ഇവിടെ അപ്സര തെറ്റിദ്ധരിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആങ്കറിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്. കാര്യം ഇല്ലാത്തൊരു കഥയല്ലേ വന്നിരുന്നിട്ട് ഒരാളെ വിളിച്ചിരുത്തിയിട്ട് പറയണത്. ജിൻഡുമായിട്ടുള്ള ബന്ധത്തെ പറ്റി സംസാരിക്കും. എന്ത് ബന്ധം? സാമാന്യ ബോധവും വിവരമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ തമ്മിൽ എന്തോന്ന് ബന്ധം? നല്ലൊരു ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് കാര്യം അങ്ങനെ ബന്ധം ഉണ്ടെന്ന് പറയുന്നവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും അസുഖമുണ്ട്. കാര്യം അവന്റെ ചെവുകൾ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യണം അങ്ങനെ പറയുന്നവന്മാരുടെ. ധൈര്യമായിട്ടോ ചെയ്തോ, അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇല്ലാത്തൊരു അലിഗേഷൻ വെറുതെ ഉണ്ടാക്കുന്ന എന്തിനാ? അത് ഭയങ്കര തെറ്റല്ലേ? അവിടെ വേറൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെയും കൂടെ വാദിക്കുന്ന പരിപാടിയല്ലേ അത്? കാര്യം ആ കാണിച്ചതിനകത്തോട്ട് എനിക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒരാളെ പിടിച്ച് അടുത്തിരുത്തിയിട്ട് ഇന്റർവ്യൂ ചെയ്യുവാണ്, ഇല്ലാത്ത അലിഗേഷൻസ് പറഞ്ഞു കൊടുക്കുവാണ്. അപ്പൊ അവർക്ക് അത് കേൾക്കുമ്പോൾ അവർക്കും കൂടെ അത് ഭ്രാന്താവുമല്ലേ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക്? എന്തോ ആയിക്കോട്ടെ, കർമ്മയോ എന്തൊന്നും ആണെങ്കിലും നമ്മൾ ഒരാളെ ദ്രോഹിച്ച് എന്തുണ്ടാക്കിയാലും അത് ശാശ്വതമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഞാൻ മനസ്സറിയാത്തൊരു കാര്യമാണ്. അത് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ വീട്ടുകാരെ പറ്റിയോ അല്ലെങ്കിൽ അവനെ പറ്റിയോ അവന് വേണ്ടപ്പെട്ട ആരെങ്കിലും പറ്റി ഇതുപോലെ ആരെങ്കിലും നാട്ടുകാരോ സോഷ്യൽ മീഡിയയിലോ ഇത് എപ്പോഴെങ്കിലും ഒരു വരുമ്പോഴേ കറക്റ്റ് ആ വേദന മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ പറയുമ്പോഴും സംസാരിക്കുമ്പോഴും ആരായാലും മാനസികമായിട്ട് വിഷമിക്കും. അപ്പൊ കഴിവതും ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ ഭാഗത്ത് നിങ്ങളുടെ രീതിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാര്യം ഇത് ഇല്ലാത്ത ഒരു കാര്യമാണ്. കാര്യം സത്യൻ എന്നതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഡാനി സത്യ, അവൻ്റെ അച്ഛൻ്റെ പേര് സത്യൻ എന്നാ. അപ്പം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പറയാമെന്ന് പറയണത് ഭയങ്കര മോശമാണത്. അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി. എന്തായാലും അപ്സരയുടെ പേഴ്സണൽ കാര്യങ്ങൾ പേഴ്സണലി തന്നെ വെക്കുക. അത് വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു ആൻസർ തന്നെയായിരുന്നു. കാര്യം അങ്ങനെ വേണം. പല ആൾക്കാരും അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാര്യം ഇന്നലെ നമ്മൾ നിഷ സാരംഗിന്റെ കേസുമായിട്ട് റിയാക്ട് ചെയ്ത സമയത്തും ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ വെക്കുക, പേഴ്സണലി തന്നെ വെക്കുക, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കുക. സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. അത് കണ്ടന്റ് തന്നെയാണ്. കാര്യം നിങ്ങളെ ഒന്നിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും ഒന്നും നേടാനില്ല. ലിറ്ററലി കണ്ടന്റ് അല്ല, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.